ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ ദുഃഖവെള്ളിയുടെ മാംഗോ പിക്കിൾ പ്രെപ്പ് വീഡിയോയും ദുഃഖവെള്ളിയുടെ വീഡിയോയും പെസഹ വ്യാഴത്തിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അന്നുണ്ടാക്കിയ മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രീതി തന്നെയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക് ഇതെല്ലാം കൂടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ സാധാരണ ഉപ്പ്, കായം അതെല്ലാം തന്നെ കേട്ടോ. ഓയിലിൽ നമ്മുടെ നല്ലെണ്ണയ്ക്ക് പകരം നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു അച്ചാറാണല്ലോ. അപ്പം പിന്നെ അത് കുറേ നാൾ നിൽക്കാനായിട്ട് വേണ്ടാത്തതുകൊണ്ട് നമുക്ക് നല്ലെണ്ണ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ എക്കണോമിക്കലായിട്ട് നമുക്ക് നല്ലെണ്ണയ്ക്ക് പകരം റൈസ് ബ്രാൻ ആയിരിക്കും കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വരാനായിട്ട് പറഞ്ഞത് 9:30-ക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 10 മണി 10:15 ആയി ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും മാങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിരുന്നു അവിടെ എല്ലാവരും. ഇപ്പോൾ ഇളക്കാനാണെങ്കിലും അരിയാനാണെങ്കിലും ഒക്കെ അച്ഛനും കൊച്ചമ്മയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള സീനിയർ മെമ്പേഴ്സ് എല്ലാവരും എപ്പോഴും ഭയങ്കര ആക്റ്റീവും സ്മാർട്ടും ആയിട്ട്. ഇതിനകത്ത് മെയിനായിട്ട് ബാബു അങ്കിളാണ് പാചക വിദഗ്ധൻ. അപ്പോൾ എപ്പോഴും നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പം ഫുഡ് പള്ളിയിൽ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം അങ്കിളാണ് ഗൈഡൻസ് തരുന്നത്. അങ്കിളാണ് അളവും കാര്യങ്ങളും എങ്ങനെ അരിയണം എന്നൊക്കെ നമുക്ക് ഗൈഡൻസ് തരുന്നത്. അപ്പോൾ ബാബുങ്ങൾ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു, ഇപ്പം നിൽക്കാനൊന്നും വയ്യ പഴയ പോലെ, ഇനി നിങ്ങളൊക്കെ നോക്കണം, നിങ്ങളൊക്കെ നോക്കി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊരു ചോയ്സാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വന്ന് ചെയ്താൽ മതി. പക്ഷേ ഇതിനകത്തുള്ള സീനിയർ മെമ്പേഴ്സും ഇങ്ങനെ പള്ളിക്ക് വേണ്ടി ജീവിക്കുന്ന കുറച്ച് പേർക്കെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കടമയായിട്ടാണ് അവർ ഏറ്റെടുത്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അത് മാത്രമല്ല ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഞങ്ങൾക്ക്. നാളെ ഒരു കാലത്ത് ഞങ്ങളും ഇങ്ങനെ തലമുറയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ലെസൺ കൂടിയാണ് അന്ന് മനസ്സിലാക്കിയത്.